ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ വീഡിയോ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലെ പെനാങ്ങിലേക്ക് നടത്തിയ ഒരു 2 ദിവസത്തെ യാത്രയെക്കുറിച്ചാണ്. സിംഗപ്പൂരിൽ നിന്ന് പെനാങ്ങിലേക്ക് ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജ് വളരെ ചിലവ് കുറഞ്ഞതായിരുന്നു. ഏകദേശം 6000 ഇന്ത്യൻ രൂപ മാത്രമായിരുന്നു ടിക്കറ്റ് ചാർജ്. ബഡ്ജറ്റ് എയർലൈനായ സ്കൂട്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്നു. യാത്രാസമയം ഏകദേശം 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരുന്നു. പെനാങ്ങിലെ സമയം ഇന്ത്യക്ക് 2.5 മണിക്കൂർ മുന്നിലാണ്. ഞങ്ങൾ വൈകുന്നേരം 9:15 പെനാങ് വിമാനത്താവളത്തിലെത്തി. ഇന്ത്യക്കാർക്ക് മലേഷ്യയിൽ ഏത് സ്ഥലത്തും സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. എന്നാൽ മലേഷ്യൻ അറൈവൽ കാർഡ് പൂരിപ്പിക്കേണ്ടതുണ്ട്. പെനാങ് എയർപോർട്ട് ചെറിയതും ശരാശരി നിലവാരം ഉള്ളതുമാണ്. ഇമിഗ്രേഷൻ ക്യൂ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് അധികം സമയം എടുക്കേണ്ടി വന്നില്ല ഇമിഗ്രേഷന്. ഓഫീസർ ചോദിച്ചാൽ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കായോ ഫാമിലിക്കായോ പ്രത്യേക പ്രയോറിറ്റി ലൈനും ഒന്നും തന്നെയില്ല. ഇമിഗ്രേഷൻ പ്രക്രിയ ഏകദേശം 30 മിനിറ്റിനുള്ളിൽ പൂർത്തിയായി. പെനാങ്ങിൽ എത്തിയതിനു ശേഷം നമ്മൾ ആദ്യമായി തന്നെ ചെയ്യേണ്ട പ്രക്രിയ ഡാറ്റയ്ക്കുള്ളൊരു സിം എടുക്കുക എന്നതായിരുന്നു. ആപ്ലിക്കേഷനും മാപ്പുകൾക്കുമായി ഡാറ്റ ആവശ്യമുണ്ട്. സിം കാർഡ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ക്ലൂക്ക് പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്കത് ശേഖരിക്കാം. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടത് വാങ്ങിക്കാം. ഹോട്ടൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. അഗോഡ അല്ലെങ്കിൽ എയർബിഎൻബി വഴിയാണ് ഏറ്റവും മികച്ച ഹോട്ടൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി നമ്മൾ ലോക്കൽ ഉപയോഗത്തിന് കുറച്ച് മലേഷ്യൻ കറൻസി കൈവശം വെക്കേണ്ടത് ആവശ്യമാണ്. ഒരു റിംഗറ്റ് ഏകദേശം 17.5 ഇന്ത്യൻ രൂപയ്ക്ക് സമമാണ്. ഞങ്ങൾ ജോർജ് ടൗണിലാണ് താമസത്തിനായി തിരഞ്ഞെടുത്തത്. പെനാങ്ങിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാണ് ജോർജ് ടൗൺ. റോഡുകൾ വളരെ നന്നായിരുന്നു. അല്പം മാത്രമേ ട്രാഫിക് ഉണ്ടായിരുന്നുള്ളൂ. ഈ ട്രിപ്പിൽ ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്തത് പെനാ ഹില്ലിലും ജോർജ് ടൗണിലെ സ്ട്രീറ്റ് ആർട്ടുമായിരുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം. ഭക്ഷണത്തിന് ഗ്രാബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നേരിട്ട് റെസ്റ്റോറൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാം. ഇനി ജോർജ് ടൗണിന് അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ചിലവ് കുറച്ച് ഏറിയതാണ്. ഡിസംബർ തൊട്ട് ഒരു മാർച്ച് വരെയുള്ള സമയങ്ങളായിരിക്കാം കൂടുതൽ സന്ദർശന യോഗ്യമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഏപ്രിൽ സമയത്താണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. ആ സമയത്ത് വളരെയധികം ചൂട് അനുഭവപ്പെട്ടിരുന്നു. ഇനി നമ്മൾ കണ്ട ഈ സന്ദർശകരായിക്കോട്ടെ കൂടുതലും ഏഷ്യയിലും യൂറോപ്പിലുമുള്ള സന്ദർശകരായിരുന്നു ഭൂരിഭാഗവും. ഇനി ഇന്ത്യക്കാർക്ക് ഇത് വളരെ വലിയൊരു അനുഭവമോ വളരെ മനോഹരമെന്നും തോന്നുന്നില്ല. ഒരു ശരാശരി അനുഭവമായിരുന്നു. ഇവിടെയുള്ള ആളുകളായിക്കോട്ടെ വളരെ സൗഹൃദപരമായിരുന്നു. നമ്മളോടുള്ള സമീപനങ്ങൾ നല്ല ആതിഥേയ മര്യാദയുള്ളവരായിരുന്നു. ശരാശരി ചെലവ് സിംഗപ്പൂരിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് ഇവിടെ. എന്നാൽ തായ്ലൻഡിലേക്ക് വെച്ച് നോക്കുമ്പോൾ കൂടുതലുമാണ്. സുഹൃത്തുക്കളോടും കുടുംബത്തോടുമൊക്കെ യാത്ര ചെയ്യാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും താല്പര്യമുള്ളവർക്ക് പെനാങ് നല്ലൊരു ചോയ്സ് ആയിരിക്കും. എന്നാൽ ഇൻഡിവിജ്വൽ ട്രിപ്പോ അഡ്വഞ്ചർ ട്രിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പെനാങ് അത്ര പ്രിഫറബിൾ ആയിരിക്കുകയില്ല. പെനാങ്ങിൽ ഇംഗ്ലീഷും പോർച്ചുഗീസ് സംസ്കാരമുള്ള പല കെട്ടിടങ്ങളും കാണാം. തമിഴ് സമുദായക്കാരും ഇവിടെ വളരെ കൂടുതലായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 2 ദിവസത്തെ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിന് ഈ പെനാങ് നല്ലൊരു സ്ഥലമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കിത് ആസ്വദിക്കാൻ പറ്റി. നിങ്ങളും ഇതുപോലെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെനാങ് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.